നമസ്കാരം. ഭരണം ലഭിച്ചിട്ട് തോറെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയാതെ പോകുന്നത് ശരിയല്ല. എത്ര നാൾ പലതും കണ്ടും കേട്ടുമിരിക്കും. പലരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരുന്നപ്പോൾ താങ്കളെ മുഖ്യമന്ത്രിയാക്കുവാൻ അരയും തലയും മുറുക്കിയിറങ്ങിയ മാധ്യമങ്ങളും ജനങ്ങളും ഇപ്പോൾ വിഡ്ഢിവേഷം കെട്ടുകയാണോ എന്നൊരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, താങ്കൾക്ക് നല്ലൊരു ഉപദേശകനില്ല എന്നുള്ളതാണ്. താൻ എല്ലാം അറിയുന്നവനാണെന്നൊരിക്കലും ഒരു ഭരണാധികാരിയും ചിന്തിക്കരുത്. ഉപദേശകനെന്ന് ഉദ്ദേശിക്കുന്നത് ചാണക്യനെ പോലെ പ്രായോഗിക കാര്യങ്ങൾ ഉപദേശിച്ചു തരാൻ കൊള്ളാവുന്ന ഒരാളെന്നുള്ളതാണ്. എപ്പോഴും ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾ ആ കസേരയിൽ ശോഭിക്കുന്നത് അയാളുടെ കൂടെയുള്ള ഉപദേശകരെ കൊണ്ട് തന്നെയാണ്. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു മാധ്യമ ഉപദേഷ്ടാവും താങ്കൾക്ക് വേണം. ഉപദേഷ്ടാക്കൾക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭരണാധികാരി വെറുക്കപ്പെട്ടവനായി മാറുന്നത്. വിമർശിക്കുന്നവരെ മുഴുവൻ അകത്താക്കാൻ നോക്കിയാൽ പുതുതായി ഒരുപാട് ജയിലുകൾ തുറക്കേണ്ടി വരും. തന്നെ വിമർശിച്ച് കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് ഇനിയും എന്നെ വരയ്ക്കൂ എന്ന് പറഞ്ഞ നെഹ്റു ആയിരിക്കണം അങ്ങയുടെ റോൾ മോഡൽ. താങ്കൾ മുഖ്യമന്ത്രിയായി വകുപ്പ് വിഭജിച്ചപ്പോൾ കാണിച്ച ഒരു പോഷതരം ആദ്യമേ തന്നെ പറയട്ടെ, അങ്ങൊരിക്കലും ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കരുതായിരുന്നു. ഏറ്റവും അധികം ഗ്രഹപാഠം ചെയ്യേണ്ട ഒരു വകുപ്പാണ് ധനകാര്യം. അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനവും കൂടിയാകുമ്പോൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. മുഖ്യമന്ത്രി പദമെന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു ആലങ്കാരിക സ്ഥാനം മാത്രമാണ്. എല്ലായിടത്തും എഴുന്നള്ളി നടന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാര്യസ്ഥൻ. പക്ഷെ മറ്റു മന്ത്രിമാർ അങ്ങനെയല്ല. അവർക്ക് വകുപ്പ് പഠിക്കണം. അപ്പോൾ ഒരു വീട്ടിലെ കാർന്നവരായ മുഖ്യമന്ത്രി വകുപ്പുകളിൽ ഏറ്റവും പണിയുള്ള വകുപ്പ് തന്നെ ഏറ്റെടുത്ത് കയ്യിൽ വെച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ പണിയായിത്തീരും. ഇനി ചെയ്ത മറ്റൊരു തെറ്റ് ആഭ്യന്തര വകുപ്പ് വേണ്ടെന്ന് വെച്ചതാണ്. അത് പണി മേടിച്ചു കൂട്ടും. ആഭ്യന്തര വകുപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഭരിക്കാവുന്ന ഒരു വകുപ്പാണ്. അതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിമാർ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. വിശ്വസ്തനായ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. മുഖ്യമന്ത്രിക്ക് മൊത്തം കാര്യങ്ങൾ നോക്കി നടക്കുകയും ചെയ്യാം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയാകാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഉദ്യോഗസ്ഥ പ്രമുഖരുടെ യോഗം വിളിച്ചു കൂട്ടുമ്പോഴും നാട്ടിൽ നിക്ഷേപം നടത്താൻ വരുന്ന നിക്ഷേപകരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും കോൺഗ്രസിലെ സാധാരണക്കാരായ പ്രവർത്തകരെ കൂടെ നിർത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ആർക്കും കയറി ഇരിക്കാവുന്ന കവലപ്രസംഗ യോഗങ്ങളല്ല ഇതൊന്നും. മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും കാണണമെങ്കിൽ ചെയ്യാവുന്ന ഒരു സൂത്രവാക്യം ഒരു താൽക്കാലിക ഓഫീസ് ഏറ്റവും താഴത്തെ നിലയിൽ, സെക്രട്ടേറിയറ്റിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ സജ്ജീകരിക്കുകയും മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ അവിടെ സന്ദർശകരെ കാണുകയും ചെയ്യാം. പ്രത്യേക ആവശ്യങ്ങളില്ലാത്ത ആരെയും മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. അവിടെ മറ്റു മന്ത്രിമാരുടെ ഓഫീസുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. സന്ദർശകരുടെ ബാഹുല്യം നിമിത്തം ആർക്കും ഒരു ജോലിയും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ആ 3-ാം നിലയിലെ മൊത്തം അവസ്ഥയും ജനങ്ങളെ കാണണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരെ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു വിടുക എന്ന് പറയുന്ന ഒരു കല അത് അങ്ങയുടെ കയ്യിലില്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇവിടെ ഭരണം നടക്കുന്നില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തതും അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാത്രമാണ് ഈ സർക്കാരിന് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പല മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും നിശ്ചയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാധ്യമങ്ങൾ അങ്ങേ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന് കേസിൽപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് അവരുമായി അടുപ്പമുണ്ടെന്നതാണ് വിമർശകർ പറയുന്നത്. താങ്കളുടെ കൂടെ എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്നവർ രഹസ്യമായി എന്തു ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ സത്യം അങ്ങോട്ട് തുറന്നു പറയുക, പിന്നീട് അവരെ കൂടെ കൊണ്ട് നടക്കാതിരിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം അല്പം കൂടിപ്പോയി. എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റൺ തെറ്റ് ചെയ്തു എന്നുള്ളതല്ലായിരുന്നു അമേരിക്കൻ ജനതയുടെ വിഷയം. നുണ പറഞ്ഞു എന്നതായിരുന്നു. ജനങ്ങളോട് സത്യസന്ധത പുലർത്തണം. ഇങ്ങനെ കൂടെ നടക്കുന്നവരെയാണ് പഴയ മുഖ്യമന്ത്രി അവതാരങ്ങളെന്ന് പറഞ്ഞത്. ഇപ്പോൾ താങ്കളുടെ ഓഫീസിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന പലരും
ഇതുപോലെയുള്ള അവതാരങ്ങളാണ്. അവർ താങ്കളോട് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രദർശിപ്പിച്ച് ഞാനാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളെന്ന് പറഞ്ഞ് പണം പിരിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിരട്ടാനും അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാരെ വിരട്ടാനും അതൊക്കെ ഉപയോഗിക്കുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആൾക്കാരെ അകറ്റി നിർത്തിയിരുന്നത്. മുഖ്യമന്ത്രി ജനങ്ങളുമായി ഇടപെടണമെന്നത് ശരിയാണ്. പക്ഷെ അവരുമായി സഹവസിച്ചുകൊണ്ടിരുന്നാൽ ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണെന്ന് അങ്ങേ കാലം വിധി എഴുതുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് അടിപിടി കൂടി അങ്ങേക്ക് മുഖ്യമന്ത്രി സ്ഥാനം മേടിച്ചു തന്ന ജനങ്ങളും മാധ്യമങ്ങളുമാണ് വിഡ്ഢികളാവുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ കളങ്കമില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. മടിയിൽ കനം ഉള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി. കേരളത്തിലെ പ്രധാന പ്രശ്നം വരുമാനം ഉണ്ടാക്കുവാനായി അധികം വഴികളില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന് വിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സാധനം മാൻ പവറാണ്. അതായത് വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ. അത് സർക്കാരിന് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം അവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവരുടെ ഉപജീവനം നടത്തുന്നു. പിന്നെയുള്ളത് ഇവിടുത്തെ കരിമണൽ തന്നെയാണ്. പരിസ്ഥിതി പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യത്ത് നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് കുഴിച്ചെടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അതുപോലെ തന്നെയാണ് വിമർശനം ഉണ്ടാകുമെന്ന് കരുതി ഇവിടെ നിന്ന് നമുക്ക് വിൽക്കാവുന്ന മണൽ വിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആർക്ക് പ്രയോജനം? നമ്മൾ ഈ മണൽ വിറ്റ് മൂല്യവർദ്ധനവ് നടത്തി പണമുണ്ടാക്കുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് അതിനെതിരെ പ്രക്ഷോഭമുണ്ടാക്കുന്നത്. അത് കർത്താവാകട്ടെ മശിഹായാവട്ടെ, ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തോടുകൂടി അത് ചെയ്താലേ കച്ചവടം നടക്കൂ, ഖജനാവിലേക്ക് കാശ് വരൂ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ മറ്റൊന്ന് മുല്ലപ്പെരിയാർ വിഷയം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുല്ലപ്പെരിയാർ ചില രാഷ്ട്രീയക്കാരുടെ കറക്കുന്ന പശുവായിരുന്നു. അതിന് മാറ്റം വരണം. 3 ജില്ലകളിലെ ജനതയാണ് മരണഭീതിയുമായി അതിന് താഴെ താമസിക്കുന്നത്. ഏതാണ്ട് 100 കോടിയിൽ താഴെ പണം മുടക്കിയാൽ കക്കി ഡാമിൽ നിന്നും തമിഴ്നാട്ടുകാർക്ക് താൽക്കാലികമായി ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ കൂടുതൽ വെള്ളം കൊടുക്കുവാൻ സാധിക്കും. അതിനുശേഷം ഡാം പുതുക്കി പണിതാൽ ജനങ്ങളുടെ മരണഭീതി ഒഴിവാകും. 1970കളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകം നാളിതുവരെ കാണാത്ത രീതിയിൽ 999 വർഷത്തേക്ക് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെയുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണമാണ്. എന്തൊരു വിലക്കയറ്റമാണ് ഈ അടുത്ത നാളുകളിൽ ഇവിടെ ഉണ്ടായത്. 2 മാസം മുമ്പ് കേവലം 58 രൂപയ്ക്ക് മേടിച്ചിരുന്ന പാലക്കാടൻ മട്ടയരി കഴിഞ്ഞ ദിവസം അതേ കടയിൽ നിന്ന് വാങ്ങിയത് 69 രൂപയ്ക്കാണ്. പൊതുവിപണിയിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാത്തതിൻ്റെ കുഴപ്പമാണ്. ഇ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന CPIയുടെ ഭക്ഷ്യമന്ത്രിയായിരുന്ന കേരളം കണ്ടതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവിപണിയിൽ വില ഉയർന്നപ്പോൾ മാവേലി സ്റ്റോറുകൾ തുറന്നു. വിപണി വില പിടിച്ചു നിർത്തി. അതിന് കൊള്ളാവുന്ന മന്ത്രിമാരെയാണ് നിയമിക്കേണ്ടത്. പച്ചക്കറിയുടെ പൊള്ളുന്ന വിലയല്ല ഇവിടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏതാണ്ട് അനുവദനീയമായതിലും 10 ഇരട്ടി വരെ വിഷമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിലുള്ളത്. ഇതിന് മാറ്റം വരണം. പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല, അത് വിഷമുക്തമാവുകയും ചെയ്യണം. ഏതായാലും മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ചക്രവ്യൂഹം തീർത്ത അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണിപ്പോൾ. സംഗതി ചക്രവ്യൂഹം നിർമ്മിച്ചുവെങ്കിലും അപകടം കൂടാതെ പുറത്തിറങ്ങാനുള്ള പാഠം അത് താങ്കൾ പഠിച്ചുവെന്ന് തോന്നുന്നില്ല. താങ്കൾക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ശത്രുക്കളുടെ ഒരു വലിയ നിര തന്നെയാണ്. 2011 കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ശത്രുവും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നുവെന്ന കാര്യം അങ്ങ് വിസ്മരിക്കരുത്. ഒരു പരിധിവരെ അങ്ങന്ന് ശത്രുപക്ഷത്ത് തന്നെയായിരുന്നു. ചരിത്രം ഇനിയും ആവർത്തിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാണ് പറയാനുള്ളത്.